ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡ് ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഒരു ന്യൂ മോഡൽ വാഗണർ ആണ്. നമ്മുടെ ബോക്സ് ടൈപ്പ് വാഗണറിലെ പുതിയ മോഡൽ വാഗണർ ഒരു കംപ്ലൈന്റ് ആണ്. ഈ വാഹനത്തിന്റെ കംപ്ലൈന്റ്, വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ AC കംപ്ലൈൻറ്റ്, അതായത് AC വരാതെ, എയർ ഫ്ലോയിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ACയുടെ കൂളിംഗ് പെട്ടെന്ന് തന്നെ കട്ടായി എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ വാഹനത്തിന് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. ഇത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പറ്റുന്നവർ ഇത് മുഴുവനായിട്ടും തന്നെ കാണുക. എന്നാൽ മാത്രമാണ് എന്താണ് നമ്മൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളെന്ന് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിതൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പോകുന്ന വാഹനം മാരുതിയുടെ ന്യൂ മോഡൽ വാഗണർ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാഗണർ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് AC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞു, വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കസ്റ്റമർക്ക് പെട്ടെന്ന് തന്നെ AC കട്ടായി. അതാണ് കസ്റ്റമർക്ക് അറിയാവുന്നത്. പിന്നെ MAL ലാമ്പ് കത്തിക്കിടക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും മീറ്ററിൽ MAL ലാമ്പ് കത്തിക്കിടക്കുന്നത്. അപ്പോൾ ഈ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തിക്കിടക്കുന്നതും AC പോയതുമാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാണിംഗ് ലാമ്പ് വന്നതെന്നും AC പോയതെന്നും ഉള്ളതാണ് നമ്മളിന്ന് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് MAL ലാമ്പ് കത്താനുള്ള റീസൺ എന്ന് നോക്കാം. അതിന് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാലാണ് എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്കാനിങ് ടൂൾ കണക്ട് ചെയ്തിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സ്കാനിങ് ടൂൾ കണക്ട് ചെയ്യുമ്പോഴേക്കും എഞ്ചിനിൽ ഒരു കറണ്ട് കോഡും പിന്നെ ABSൽ ഒരു 2 ഹിസ്റ്ററി കോഡും കാണിക്കുന്നുണ്ട്. നമുക്ക് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് നമുക്ക് മെയിനായിട്ട് നോക്കാം. എഞ്ചിൻ്റെ നമ്മൾ എടുക്കുമ്പോഴേക്കും എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ സെൻസർ, അതായത് P0118 എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ സെൻസർ 1 സർക്യൂട്ട് ഹൈ, അത് കറണ്ടിലാണ് കിടക്കുന്നത്. P0118 എന്നുള്ളതാണ് അതിൻ്റെ DTCയുടെ കോഡ്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഇഷ്യൂ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കറണ്ട് കണ്ടീഷനിൽ കംപ്ലൈൻറ്റ് ഉള്ളതായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റ ലിസ്റ്റ് എടുത്തിട്ട് നമ്മുടെ എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഡാറ്റ പരിശോധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ECT, അതാണ് എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ, ഈ ഡാറ്റ പരിശോധിക്കുമ്പോഴേക്കും അതിൽ -40°C ആണ് കാണുന്നത്. അതായത് നമ്മുടെ എഞ്ചിനിലുള്ള കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ -40°C എന്നുള്ളതാണ് നമുക്ക് ഡാറ്റയിൽ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഒരിക്കലും -40°C വരുമെന്ന് നമുക്കറിയാം. നമുക്ക് എങ്ങനെ പോയാലും 1 ഡിഗ്രിക്കും ഒരു 99 അതിനിടക്കായിരിക്കും നമ്മുടെ കൂളൻ ടെമ്പറേച്ചർ എപ്പോഴും കാണിക്കുകയുള്ളൂ. പിന്നെ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാലാണ് അതിൻ്റെ മുകളിലോട്ട് പോവുകയുള്ളൂ. പക്ഷേ ഇത് കാണിച്ചിരിക്കുന്നത് -40°ആണ്. അപ്പോൾ ഇത് ഒരിക്കലും അങ്ങനെ കാണിക്കില്ല. ഇത് നോർമലായിട്ട് എന്തെങ്കിലും ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ വയർ ബ്രേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസറുകളാണെങ്കിൽ കൂടുതലായിട്ടും -40 എന്നുള്ളൊരു ഫിക്സ്ഡ് വാല്യൂ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിനും ECT ആയിട്ട് ബന്ധപ്പെട്ട എന്തോ സർക്യൂട്ട് റിലേറ്റഡ് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ MAL ലാമ്പ് കത്തിക്കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് ഈ AC ഒന്ന് ഓണാക്കി നോക്കാം. നമ്മൾ AC ബ്ലോവർ ഓണാക്കിയിട്ട് AC സ്വിച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് എഞ്ചിൻ റൂമിൽ വിട്ടു പോവാം. നമ്മൾ എഞ്ചിൻ റൂമിൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും കംപ്രസർ പിടിച്ചിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും, കംപ്രസർ പിടിച്ചിട്ടില്ല. കംപ്രസർ പിടിക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി AC ഇട്ടിട്ടുണ്ട്, പക്ഷേ കംപ്രസർ പിടിച്ചിട്ടില്ല. പക്ഷേ റേഡിയേറ്റർ ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്രസർ പിടിച്ചിട്ടുമില്ല, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഇഷ്യൂ. ഫാൻ നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ AC കൂളിംഗ് വരുന്നില്ല. അപ്പോൾ നമ്മുടെ വാഹനത്തിന് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ എഞ്ചിൻ റൂമിൽ വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ കൂളൻ്റൊക്കെ ഒന്ന് നോക്കാം. കൂളൻറ്റിൻ്റെ ക്യാപ്പ് നമ്മൾ തുറക്കണതാണ്. ഇത് ചൂടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ തുറക്കാൻ പാടില്ല. കാര്യം അതിൽ പ്രഷർ ഉണ്ടെങ്കിൽ ചീറ്റും. നിങ്ങൾ അതിൻ്റെ ക്യാപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, നെവർ ഓപ്പൺ വെൻ ഹോട്ട് എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ അതായത് ചൂട് കണ്ടീഷനിൽ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പ്രഷർ ഉള്ളതാണെങ്കിൽ തെറിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ ഒരു ചൂടേ ഉള്ളൂ. അത് കാരണം ഞാൻ പതിയെ തുറന്നപ്പോഴും ഒരു ചെറിയൊരു പ്രഷർ അതിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും കൂളൻ ലെവലൊക്കെ പ്രോപ്പറാണ്, ഫുള്ളായിട്ട് തന്നെ കൂളൻ്റ് അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ഇല്ല. നമുക്ക് ഇനി നോക്കേണ്ടത് ECT സെൻസറാണ്, അതായത് എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ സെൻസർ. ഈ കാണുന്നതാണ് ECT എന്ന് പറയുന്ന സെൻസർ. നമ്മുടെ റേഡിയേറ്ററിൽ നിന്ന് വരുന്ന ആ പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തുണ്ടാവും. ഈ സെൻസറിൻ്റെ കപ്ലറിന് ലൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കണക്ഷനൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ എന്താണ് കംപ്ലയിൻറ്റ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഒന്നും കൂടി വാഹനം സ്റ്റാർട്ട് ചെയ്തിങ്ങനെ കാണിക്കുന്നതാണ്. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. AC ഇട്ടാലും AC ഇട്ടില്ലെങ്കിലും റേഡിയേറ്റർ ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ECT വാല്യൂ നിങ്ങൾ നോക്കിയാൽ -40° തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അതായത് AC ഇട്ടത് കൊണ്ടല്ല ആ ഫാൻ വർക്ക് ചെയ്തത്. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നോർമലായിട്ട് റേഡിയേറ്റർ ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ്ങിലാണ്. അപ്പോൾ മിക്കവാറും എനിക്ക്
എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ECTയുടെ വയറിങ് എന്തോ ബ്രേക്ക് ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഈ വാല്യൂ വന്നു കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ECTയുടെ വാല്യൂ DTC ക്ലിയർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ECTയുടെ അതേ കോഡ് നമുക്ക് പെൻഡിങ് ആയിട്ട് കാണിച്ചു. അതായത് കംപ്ലയിൻറ്റ് ഇപ്പോഴും കൊണ്ട് പോയിട്ടില്ല. ഇനി അതൊന്നും കൂടി വന്നു കഴിയുമ്പോഴേക്കും അത് കറണ്ടിൽ നിലവിലുണ്ടെന്നുള്ള കണ്ടീഷനിലോട്ട് വരും. ഇപ്പം പെൻഡിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത് കറണ്ടിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ECTയുടെ കംപ്ലയിൻറ്റ് ഇപ്പോഴും കാണിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി കോഡ് പ്രകാരമുള്ള ECTയുടെ കാര്യങ്ങൾ പരിശോധിക്കണം. നമ്മുടെ MAN ലാമ്പ് പോയിട്ടുണ്ട്. കാര്യം നമ്മുടെ DTC ക്ലിയർ ചെയ്തപ്പോഴേക്കും MAN ലാമ്പ് പോയി. ഇനി നമ്മൾ ഒരു 3 ഡ്രൈവ് സൈക്കിൾ കഴിയുമ്പോഴേക്കും നമുക്ക് ആ കോഡ് ഇപ്പോഴും ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോഴും ആ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ MAN ലാമ്പ് വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഓരോ തവണ ഓഫാക്കി സ്റ്റാർട്ടാക്കി നോക്കണതാണ്. കണ്ടോ, പെട്ടെന്ന് തന്നെ MAN ലാമ്പ് തിരിച്ച് ഓണായി വന്നു. അതായത് വീണ്ടും അത് ഡിറ്റക്റ്റ് ചെയ്തു. അപ്പോൾ അത് കറണ്ടിലോട്ട് ആകുമ്പോഴാണ് നമുക്ക് MAN ലാമ്പ് കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് മാറിയിട്ടില്ല, കംപ്ലയിൻറ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് P0118ൻ്റെ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി പരിശോധിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ECT സെൻസർ, പിന്നെ ECT സെൻസറിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ECTയുടെ കപ്ലർ ഈ എഞ്ചിൻ വയറിംഗ് കിട്ടി കൂടി കയറി. ഇതാണ് ECMൻ്റെ ഈ ഒരു സോക്കറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. 2 സോക്കറ്റ് ഉണ്ട്. അതിൽ ഈ എഞ്ചിൻ വയറിംഗ് ഹാർനസിൽ നിന്ന് വന്നിരിക്കുന്ന സോക്കറ്റിലാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ECT മുതൽ ECM വരെയുള്ള കണക്ഷൻസ്, അതിൻ്റെ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെഗറ്റീവ് ഡിസ്കണക്ട് ചെയ്തിട്ടു. അതിനുശേഷം ECMൻ്റെ കപ്ലർ പിടിക്കണം. അതിൻ്റെ ലോക്ക് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്ന് അകത്തി കഴിഞ്ഞ് ഇതുപോലെ തുറന്നു വരും. അത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങോട്ട് ആക്കുമ്പോൾ അതിൻ്റെ കപ്ലർ പുറത്തോട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് വരും. അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊരു ടൈറ്റ് ഉണ്ട്. കാര്യം അതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ കയറിയിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് പതിയെ ഊരി എടുക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലോട്ട് മണ്ണ് പോകില്ല, പക്ഷേ ഔട്ടർ സൈഡിൽ ആ ബീഡിങ്ങിൻ്റെ ഇടം വരെ മണ്ണ് വന്ന് നിൽക്കും. അത് കാരണമാണ് ചെറിയ ടൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഇതിൻ്റെ പിന്നിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ക്ലാവോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കപ്ലറിൽ കാണുന്നില്ല. വെള്ളം കയറിയതിൻ്റെ ലക്ഷണങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇനി നമുക്ക് ECMൻ്റെ ഉള്ളിലത്തെ പിന്നിന് എന്തെങ്കിലും ബെൻഡോ അതുപോലെ ക്ലാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലും വേറെ പ്രോബ്ലങ്ങളൊന്നും ഇങ്ങനെ കാണാനില്ല. അപ്പോൾ ഇനി നമുക്ക് ECT സെൻസറിൻ്റെ കപ്ലർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ECT സെൻസറിൻ്റെ കപ്ലർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ECTയുടെ ഉള്ളിലത്തെ പിന്നിനും പ്രോബ്ലം ഇല്ല. അതുപോലെ കപ്ലറിൻ്റെ ഉള്ളിലും ക്ലാവോ കാര്യങ്ങളോ അതുപോലെ ECT സെൻസറിൻ്റെ കപ്ലറിൻ്റെ പുറത്ത് നിന്ന് വരുന്ന വയറിന് പൊട്ടലൊന്നും കാണുന്നില്ല. അടുത്ത് ഇനി വയറിംഗ് കിറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. അതിനുവേണ്ടി നമുക്ക് സർക്യൂട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുമ്പോൾ യാതൊരു അബ്നോർമാലിറ്റി നമുക്ക് തോന്നുന്നില്ല. ECMൻ്റെ കപ്ലറിലാണെങ്കിലും ECTയുടെ കപ്ലറിലാണെങ്കിലും ECT സെൻസറിലാണെങ്കിലും ECMലാണെങ്കിലും കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ലീഡ് വയർ എടുത്തിട്ടുണ്ട്. അതിലൊരു പിന്ന് ചെറുതും ഒരു പിന്ന് വലുതുമാണ്. ഇതിൽ വലിയ പിന്ന് വരുന്നത് നമ്മുടെ ECT സെൻസറിലും ചെറിയ കുഞ്ഞ് പിന്ന് വരുന്നത് ECMൻ്റെ സർക്യൂട്ട് ഉള്ളിലത്തെ പിന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരെണ്ണം സ്റ്റാപ്ലറിൻ്റെ അത്രയുള്ള പിന്നാണ്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ നമ്മുടെ പ്രോബുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് നോക്കണം. അപ്പോൾ നമുക്ക് 1.0 ohms എന്നുള്ളൊരു വാല്യൂ കിട്ടി. നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി ഇത്തിരി കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ വലിയ പിന്ന് വരുന്ന ലീഡ് വയർ നമ്മൾ ECTയുടെ ഈ ഫസ്റ്റ് പിന്നായ ഗ്രേ വയറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ECMൻ്റെ പിന്ന് ഏതാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ECMൻ്റെ കപ്ലർ എടുത്തു കഴിഞ്ഞാൽ 2 സെറ്റായിട്ട് ഇതിന് ഭാഗമുണ്ട്. വലിയ പിന്നുകളുടെ ഒരു സെറ്റും ചെറിയ പിന്നുകളുടെ ഒരു സെറ്റും. ആ ചെറിയ പിന്നുകളുടെ സെറ്റാണ് ഈ ആദ്യം തന്നെ കാണുന്നത്. അത് ഒരു സെറ്റിൽ 10 എണ്ണം വെച്ച് ടോട്ടലി 60 പിന്ന് അവിടെ വരുന്നുണ്ട്. അതിൽ മേളിൽ 10, 20, 30 അങ്ങനെ 31ാമത്തെ ലെയറിൽ നിന്ന് എണ്ണി 39ാമത്തെ പിന്നിലാണ് നമ്മളിപ്പോൾ മൾട്ടിമീറ്റർ ലീഡ് വയർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കതിൽ കണ്ടിന്യൂറ്റി വന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. 1 ohms റെസിസ്റ്റൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ECM സെൻസറും തമ്മിലുള്ള കണ്ടിന്യൂറ്റി ഓക്കെയാണ്. ഇനി ആ സെൻസറിൻ്റെ ആ വയറും ബോഡിയും തമ്മിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ബോഡിയായിട്ട് ടച്ച് ചെയ്ത് നോക്കണതാണ്. അപ്പോൾ അതിന് ഷോർട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമ്മൾ സെൻസറിൻ്റെ മറ്റേ പിന്നായിട്ട് കോൺടാക്റ്റ് ഉണ്ടെന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ ECMൽ നിന്ന് ഊരിയ പിന്നെ അവിടെ അതേ നമ്മുടെ 39ാമത്തെ പിന്നിൽ തന്നെ തിരിച്ചു വെച്ചു. നമുക്ക് ഈ സെൻസറിൻ്റെ സൈഡിലത്തെ പിന്നൂര് അതാകുമ്പോൾ ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് ഊരി കുത്താനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ സെൻസറിൻ്റെ 2ാമത്തെ പിന്നിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സെൻസറിൻ്റെ ഫസ്റ്റ് പിന്നും സെക്കൻഡ് പിന്നും തമ്മിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളതാണ് നോക്കിയത്. അതും ഷോർട്ടിങ് ആയിട്ടൊന്നും കാണുന്നില്ല. ആകെ നമ്മുടെ ഫസ്റ്റ് പിന്നായിട്ടുള്ള നോർമലി ECMുമായിട്ടുള്ള റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വേറെ ബോഡിയായിട്ട് ഷോർട്ടോ അല്ലോ മറ്റേ 2ാമത്തെ വയറായിട്ട് ഷോർട്ടോ ബോഡിയായിട്ട് ഷോർട്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ECTയുടെ 2ാമത്തെ പിന്നായ ബ്ലൂ കളർ വയറിലാണ് നമ്മൾ ഒരു പ്രോബ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ പ്രോബ് നമ്മുടെ ബ്ലൂ വയറിൻ്റെ ECM സൈഡിലത്തെ പിന്നായ
ECMൻ്റെ 36ാമത്തെ പിന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 3ാമത്തെ ലെയർ കഴിഞ്ഞ് 4ാമത്തെ ലെയർ 31ലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ നിന്ന് എണ്ണി 36ാമത്തെ പിന്നിലാണ് നമ്മളിപ്പോൾ ഈ 2ാമത്തെ പ്രോബ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ECT സെൻസറിൻ്റെ 2ാമത്തെ പിന്നും 36ഉം തമ്മിലാണ് നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് കിട്ടേണ്ടത്. അത് പ്രോപ്പറായിട്ട് നമുക്കവിടെ കാണിച്ചിട്ടുണ്ട്. <1 ohms എന്നുള്ള റേഞ്ചിൽ കാണിക്കണം. ഇനി നമ്മൾ ECMൻ്റെ അവിടെ 2ാമത്തെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഫസ്റ്റത്തെ പിന്നിൽ സെൻസറിൻ്റെ അവിടെ കണക്ട് ചെയ്താണ്. അതിൽ യാതൊരുവിധ കണക്ഷനും കാണിച്ചില്ല. ആകെ 2ാമത്തെ പിന്ന് മാത്രമായിട്ടാണ് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 2ാമത്തെ പിന്നും ബോഡിയും തമ്മിലാണ് ഇപ്പോൾ നോക്കുന്നത്. 2ാമത്തെ പിന്നിൻ്റെ ഒരു എൻഡ് നമ്മൾ ECMൻ്റെ കപ്ലറിൽ വെച്ചിട്ടുണ്ട്. അതും ബോഡിയും തമ്മിൽ നോക്കി ഷോർട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ 2 പിന്നിലേക്കും ECT 2 പിന്നിലേക്കും ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് വയർ ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് നമ്മൾ ആ ടെർമിനലിൽ വെച്ചിട്ടുണ്ട്. മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് നമ്മൾ ECTയുടെ ഓരോ വയറിൽ കൊടുത്തു നോക്കാൻ പോലെയാണ്. നമ്മൾ ഇഗ്നേഷൻ ഓണാക്കിയിട്ട് ഫസ്റ്റത്തെ പിന്നിൽ കണക്ട് ചെയ്ത് വോൾട്ടൊന്നും കാണിച്ചില്ല. 2ാമത്തെ പിന്നിലേക്ക് പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്തു. അതിലും വോൾട്ടൊന്നും കാണിക്കുന്നില്ല. ശരിക്കും നമ്മുടെ ECTയുടെ 2 വയറിൽ ഏതെങ്കിലും വയർ പോസിറ്റീവായിട്ട് ഷോർട്ട് ആയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ അവിടെ വോൾട്ട് കാണിച്ചേനെ. നമ്മളിപ്പോൾ ഒരു എൻഡ് ECTയുടെ അവിടെയും ഊരിയിട്ടിട്ടുണ്ട്, ECMൻ്റെ അവിടെയും ഊരിയിട്ടുണ്ട്. അപ്പോൾ ഒരു രീതിയിലും അതിലോട്ട് വോൾട്ട് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോണത് നമ്മുടെ ECT സെൻസറിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ECTയുടെ പുറകിലുള്ള 2 പിന്നിലോട്ട് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ലീഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ച് ചേഞ്ച് ചെയ്ത് നോക്കണതാണ്. കാര്യം റെസിസ്റ്റൻസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൂട്ടി നോക്കണതാണ് എന്തെങ്കിലും റെസിസ്റ്റൻസ് വാല്യൂ കാണിക്കുമോ എന്നറിയാനായിട്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള വാല്യൂ ഒന്നുമില്ല. അതുപോലെ കുറച്ച് നോക്കണതാണ്. അതിലും യാതൊരുവിധ റീഡിങ് കാണിക്കണില്ല. നോർമലി ECT സെൻസർ ഒരു NTC ടൈപ്പ് റെസിസ്റ്ററാണ്. NTC എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻസി. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അതിനൊരു റെസിസ്റ്റൻസ് വാല്യൂ എന്താണെങ്കിലും ഉണ്ടാവണം. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴെങ്കിലും ഒരു വാല്യൂം കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ കാണിച്ചു തന്നെയാണ്. ലീഡ് വയർ തമ്മിൽ പരസ്പരം ഞാനിന്ന് മുട്ടിച്ചിട്ട് എത്ര റെസിസ്റ്റൻസ് വരുന്നു എന്ന് കാണിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ 2K റേഞ്ചിലാണ് മൾട്ടിമീറ്റർ ഇട്ടിരിക്കുന്നത്. 1 ohms എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ നമുക്ക് റീഡിങ് കാണിച്ചത്. പ്രോബ് തമ്മിൽ മുട്ടിച്ചപ്പോൾ വീണ്ടും ഞാൻ ECTയുടെ സെൻസറിൻ്റെ ഉള്ളിലുള്ള 2 പിന്നിലേക്ക് നമ്മുടെ പ്രോബിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്നതാണ്. 2 പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാനാണ്. പക്ഷേ നമുക്ക് ഒരു റേഞ്ചും നമുക്ക് മൾട്ടിമീറ്ററിൽ ഒരു റീഡിങ്ങും കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എന്തോ റെസിസ്റ്റൻസ് എന്തോ ഓപ്പൺ ആയി പോയിട്ടുണ്ട്. അതായത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോർമലായിട്ടൊരു റെസിസ്റ്റൻസ് വാല്യൂ എന്താണെങ്കിലും കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു വണ്ടിയിൽ നിന്നും നമ്മൾ റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ECT സെൻസറിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഇതൊരു നല്ലൊരു വാഹനത്തിൽ നിന്നും നമ്മൾ സ്വാപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ സെൻസറിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്കിതിൽ പിടിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ആദ്യം നമ്മുടെ സെൻസർ ഇതിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെൻസർ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് ഊരിയെടുത്ത സെൻസർ. അതിൻ്റെ ഉള്ളിൽ 2 പിന്നാണ് വരുന്നത്. അത് പിന്നുകൾ തമ്മിലാണ് നമ്മൾ റെസിസ്റ്റൻസ് പരിശോധിച്ചത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഇത് നമ്മൾ വേറെ വാഹനത്തിൽ നിന്ന് നമുക്ക് സ്വാപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കൂളൻ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സെൻസർ പ്രോപ്പറായിട്ട് തന്നെ അതിലേക്ക് തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ലോങ് ബോക്സ് വെച്ചാണ് പിടിപ്പിച്ചത്. ഇനി ആ സെൻസറിലേക്ക് നമ്മൾ ലീഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ കാണിക്കുന്ന വാല്യൂ 0.68 എന്നാണ്. അതായത് ഒരു 650 ohms ആ റേഞ്ച്. നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യണം. അതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ വാല്യൂ അതായിരിക്കില്ല. എന്നാലും നമുക്കൊരു റെസിസ്റ്റൻസ് റേഞ്ചിലുള്ള ഒരു റീഡിങ് നമുക്ക് നമ്മുടെ സ്വാപ്പ് ചെയ്ത് വെച്ച ECT സെൻസറിൽ നിന്നും കിട്ടി. പക്ഷേ നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന സെൻസറിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് വാല്യൂം കിട്ടിയില്ല. 0.68 ആ റീഡിങ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ECTയുടെ ഒരു റെസിസ്റ്റൻസ് വാല്യൂൻ്റെ ചാർട്ടാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ ECT ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇപ്പോഴുള്ള ടെമ്പറേച്ചർ, എഞ്ചിൻ്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ECT സെൻസറിൽ നിന്ന് ഇതുപോലുള്ളൊരു വാല്യൂ കാണിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു വാല്യൂ കാണിച്ചില്ല. അപ്പോൾ ഇനി നമുക്ക് ഏതാണെങ്കിലും ECMൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് ഇഗ്നേഷൻ ഓണാക്കിയിട്ട് ECMൽ നിന്ന് റെഫറൻസ് വോൾട്ട് ECT സെൻസറിൻ്റെ ഈ സോക്കറ്റിലേക്ക് വരും. അത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ അതൊരു 5 വോൾട്ടാണ് വരേണ്ടത്. അങ്ങനെ 5 വോൾട്ട് തന്നെയാണെങ്കിലും നമുക്കിതിൻ്റെ ലൈനിന് തകരാറില്ല, നോർമലായിട്ട് തകരാറില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ചെറിയ റെസിസ്റ്റൻസ് വാല്യൂയുടെ കാര്യമൊന്നും ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ECTയുടെ 2 വയറിലും കൂടി മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ വോൾട്ടേജ് റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. വോൾട്ട് റേഞ്ചിൽ
കണ്ടില്ലേ, ഇത് ഒരു കാരണവശാലും 2 പിന്നും തമ്മിൽ ഒരു കാരണവശാലും മുട്ടാൻ പാടില്ല. അതിനുശേഷം ഇഗ്നേഷൻ ഓൺ ആക്കിയപ്പോഴേക്ക് ഇപ്പോൾ 5.28 എന്നുള്ളൊരു വാല്യൂ അത്രയൊന്നുമില്ല, അതും മൈനസാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പ്രോബ് തിരിഞ്ഞു പോയിട്ടാണ്. ശരിക്കും ഒരു 5 വോൾട്ട് എന്നുള്ള രീതിയിൽ അവിടുത്തെ റെഫറൻസ് വോൾട്ട് കാണിക്കണം. നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി ഇഷ്യൂ ഉള്ളതുകൊണ്ട് മൊത്തം റോങ് റീഡിംഗ് ആണ്. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ഇതിലൊരു 5 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ECMയിൽ നിന്ന് ആ 2 വയർ വഴി ECT വരെ 5 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ കണക്ഷൻ ഓക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലും ചെക്ക് ചെയ്യാം. അപ്പോൾ അതും നമുക്ക് ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ECT സെൻസറിൻ്റെ കപ്ലർ നമ്മുടെ സ്വാപ്പ് ചെയ്ത സെൻസറിലായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇഗ്നേഷൻ ഓണാക്കി നോക്കിയതാണ്. നമുക്ക് ഫാനൊന്നും ഓണായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഈ ECT സെൻസറിൻ്റെ കപ്ലർ ഞാനൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കാണിച്ചു തരാൻ പോലെയാണ് നിങ്ങൾക്ക്. ഞാനിപ്പോൾ കപ്ലർ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഫാൻ ഓണായിട്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ECT സെൻസറിൻ്റെ കപ്ലർ ഡിസ്കണക്ട് ചെയ്തതെങ്കിൽ ഈ ഫാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓണായി നിന്നേനെ. നമുക്കൊന്ന് വാഹനം ഓണാക്കാം. നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ ECT സെൻസറിൻ്റെ സോക്കറ്റ് ഊരിയിട്ടേക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ റേഡിയേറ്റർ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായത്. ഞാൻ തിരിച്ച് ECT സെൻസറിൻ്റെ കപ്ലർ കണക്ട് ചെയ്തു. ഇതിപ്പോൾ കണക്ട് ചെയ്ത് അതിൻ്റെ സിഗ്നൽ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഇപ്പോൾ തന്നെ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്യും. കണ്ടോ, ഫാൻ നിൽക്കുകയാണ് ഈ കാണുന്നത്. ഫാൻ നിന്നു. ഞാൻ വീണ്ടും ECTയുടെ സെൻസറിൻ്റെ സോക്കറ്റ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ECM അത് ട്രിഗർ ചെയ്തിട്ട് നമ്മുടെ റേഡിയേറ്റർ ഫാനിനെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ എന്നുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. കണ്ടോ, താനെ ഓണായി. അപ്പോൾ ഇതേ ഓപ്പൺ സർക്യൂട്ട് തന്നെയാണ് നേരത്തെ നടന്നത്. അതായത് നമ്മുടെ പഴയ ECT സെൻസറിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് ഓപ്പൺ സർക്യൂട്ടാണ്. അതായത് റെസൊണൻസ് വാല്യൂ ഒന്നും ഇല്ല. അപ്പോൾ സെൻസർ കുത്തണതും സെൻസർ കുത്താത്തതൊക്കെ ഒരേപോലെ തന്നെയാണ്. കാര്യം സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്ത കാരണം ECM സർക്യൂട്ട് ഓപ്പൺ ആണെന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഫാനിനെ കട്ടാക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ECTയുടെ വാല്യൂ റോങ് ആണെന്നുള്ളത് കൊണ്ട് MA ലാമ്പ് നമുക്ക് ഓണാക്കി കാണിക്കും. നോർമലായിട്ട് ECT സെൻസർ തണുത്തിരിക്കുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ECM നമുക്ക് ഫാൻ ഓണാക്കി തരില്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ വളരെ ലോ റെസിസ്റ്റൻസ് ആകുമ്പോഴാണ് നമുക്ക് ഫാൻ ഓണാക്കുന്നത്. അപ്പോൾ ഈ കപ്ലർ ഊരുമ്പോഴേക്കും അതുപോലെ തന്നെ ലോ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ നിന്ന് ഒരു വാല്യൂ കിട്ടാത്തൊരു രീതിയിലും വരും. അല്ലെങ്കിൽ സർക്യൂട്ട് ഓപ്പൺ ആണെന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്യും. അതല്ല, സെൻസർ റോങ് റീഡിംഗ് ആണ് കൊടുക്കുന്നത്, പ്രോപ്പർ റീഡിംഗ് അല്ല സെൻസർ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് AC കട്ട് ചെയ്ത് ഫാൻ ഓണാക്കി തരും. കാര്യം AC വർക്ക് ചെയ്യുന്നതിനും ഈ എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓവർ ടെമ്പറേച്ചർ ആണെന്നുള്ള രീതിയിൽ കണ്ടിട്ട് AC കട്ട് ചെയ്ത് കളയും. കാര്യം ലോഡ് കുറക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ECT സെൻസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ACനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്ത് കളയും ECM. അതുകൂടാതെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാതിരുന്നാൽ ഇതുപോലെ ECT ഹൈ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടൻസർ റേഡിയേറ്ററിൻ്റെ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ACയുടെ പ്രഷറും ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്താലും പ്രഷർ സെൻസർ അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് AC കംപ്രസറിനെ കട്ട് ചെയ്യാൻ വേണ്ടി സിഗ്നൽ കൊടുക്കും. അപ്പോൾ എല്ലാം എഞ്ചിൻ്റെ സേഫ്റ്റിയാണ് ആദ്യം തന്നെ പരിഗണിക്കുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. എഞ്ചിനെ സേഫ് ആക്കുക, അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ECM കൺട്രോൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ സെൻസറൊക്കെ കണക്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. MA ലാമ്പ് ഇപ്പോഴും കത്തിയിട്ടുണ്ട്. നമ്മളതിൻ്റെ DTC ഒക്കെ നോക്കുമ്പോഴേക്കും ഒരുപാട് DTCകളുണ്ട്. കാരണം ECM ഒക്കെ ഊരി പരീക്ഷിച്ചതുകൊണ്ട് ഒരുപാട് DTCകളുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാം. കണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കറണ്ടിൽ കിടന്ന് വെച്ച ECTയുടെ കോഡൊക്കെ ഇപ്പോൾ ഹിസ്റ്ററിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്യുമ്പോഴേക്കും MA ലാമ്പ് ഓഫ് ആവും. നമ്മൾ DTC ക്ലിയർ ചെയ്യാനാണ്. അപ്പോൾ DTCകളെല്ലാം തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിനി ഡാറ്റ ലിസ്റ്റ് നോക്കാം. ഒന്നും കൂടി DTC എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. നിലവിൽ യാതൊരുവിധ DTC ഇല്ല, എല്ലാ സിസ്റ്റവും ഓക്കെയാണ്. ഇനി നമുക്ക് ഡാറ്റ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിൽ ECTയുടെ വാല്യൂ എത്ര കാണിക്കുന്നുണ്ടെന്ന് നോക്കാം. ECT ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 74 ഡിഗ്രി 75 ഡിഗ്രി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് -40 ഡിഗ്രി എന്നുള്ളതായിരുന്നു. അതുപോലെ MA ലാമ്പ് പോയിട്ടുണ്ട്. നമുക്കൊരു 3-4 തവണ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 3 ഡ്രൈവ് സൈക്കിൾ കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വരുമെന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ 2-3 സ്റ്റാർട്ടിങ്ങിൽ MA ലാമ്പ് വന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാന്നുള്ളത്. നിലവിൽ യാതൊരു കുഴപ്പമില്ല. എല്ലാ വാണിംഗ് ലാമ്പും തന്നെ ഓഫായി പോയിട്ടുണ്ട്. നമ്മുടെ MA ലാമ്പ് തിരിച്ച് വന്നിട്ടില്ല. അതൊക്കെ ഓക്കെയാണ്. നോർമലായിട്ട് ഓണാക്കുമ്പോൾ MA ലാമ്പ് ഓണാവും, വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ ഓഫാവും. യാതൊരുവിധ DTCയും പെൻഡിങ്ങിലോ ഹിസ്റ്ററിയിലോ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം ക്ലിയറാണ്. DTCകളെല്ലാം തന്നെ ക്ലിയറാണ്. നമ്മുടെ ഡാറ്റ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ECT ഇപ്പോൾ 78 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നമുക്കിനി AC ഒന്ന് ഓണാക്കാം. നേരത്തെ AC ഓണാക്കിയപ്പോൾ കംപ്രസർ പിടിക്കുന്നുണ്ടായില്ല. ഞാൻ ഫാൻ ഓണാക്കിയിട്ട് AC സ്വിച്ച് ഓണാക്കിയിട്ടുണ്ട്. ഫ്ലോയൊക്കെ ഓക്കെയാണ്. നമുക്കിനി ഫ്രണ്ടിൽ ചെന്നിട്ട് കംപ്രസർ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നോക്കിയേക്കാം.
അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഡാറ്റ കാണിച്ചു തരാം. AC ഓൺ ആയി കിടക്കണതിൻ്റെ ECT 85 ഉണ്ട്. AC നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 12 ഉണ്ടായി, ഇപ്പോൾ 11 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. AC പ്രഷറൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ AC കംപ്രസർ അവിടെ വർക്കിംഗ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നുണ്ടാവും നമ്മുടെ AC കംപ്രസർ വർക്കിംഗ് ആണ്, റേഡിയേറ്റർ ഫാൻ വർക്കിംഗ് ആണ്. ഇത് AC ഇട്ടേക്കണോണ്ട് വർക്കിംഗ് ആണ്, അല്ലാണ്ട് നേരത്തെ സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മുടെ കംപ്ലയിൻ്റ് എല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിനി സെൻസർ മാറാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻസറിൻ്റെ പാർട്ട് നമ്പർ. സെൻസർ നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ കംപ്ലയിൻറ്റ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തന്നെ എല്ലാം സോൾവ് ആയിട്ടുണ്ട്. യാതൊരുവിധ കംപ്ലയിൻറ്റും ഇപ്പോൾ നമ്മുടെ വാഹനത്തിനില്ല. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ വാഹനത്തിൽ ചെയ്തതെന്നും അതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്തതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിരുന്ന ഇതുപോലുള്ള ഡയഗ്നോസിങ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.